ശ്രീ കെ എം ആന്റണി റിട്ടയർഡ് എസ് പിയിലേക്ക്. ശ്രീ കെ എം ആന്റണി, പോലീസിന് കഴിയാവുന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിനുശേഷം പോലീസിന്റെ പരിധിയിലില്ലാത്ത കാര്യങ്ങൾ ഇഡിക്ക് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഇതിൽ 3.5 കോടി രൂപ കടത്തിക്കൊണ്ടുവന്നത് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി M ഗണേശൻ, ഓഫീസ് സെക്രട്ടറി G ഗിരീശൻ എന്നിവരുടെ അറിവോടെ എന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. ധർമ്മരാജൻ BJPയുടെ ഹവാല ഇടപാടുകാരനെന്നാണ് ആ കുറ്റപത്രത്തിലുള്ളത്. പണം നഷ്ടപ്പെട്ടയുടൻ ധർമ്മരാജൻ വിളിച്ചത് സുരേന്ദ്രനെയും ഗണേശനെയുമാണ് എന്നും ആ കുറ്റപത്രത്തിലുണ്ട്. തൃശ്ശൂരിൽ വെച്ച് 6.25 കോടി രൂപ BJP നേതാക്കൾക്ക് കൈമാറി. ബാക്കി 3.5 കോടിയിലേറെ രൂപയുമായി ആലപ്പുഴയിലേക്ക് പോകും വഴിയാണ് കവർച്ച എന്നും ആ കുറ്റപത്രത്തിലുണ്ട്. സാക്ഷിപ്പട്ടികയിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 19 BJP നേതാക്കൾ ഉണ്ട് എന്നും ആ കുറ്റപത്രത്തിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പോലീസിന്റെ കുറ്റപത്രത്തിലുള്ളത്. സ്വാഭാവികമായും ഇഡിക്ക് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് വിവരങ്ങൾ കൈമാറുന്നത്. എന്നിട്ട് ഈ പണത്തിന്റെ ഉറവിടം നിങ്ങൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകാതെ ഹൈവേ കൊള്ള അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ഇതിനെ എങ്ങനെ വേണം കാണാൻ ശ്രീ കെ എം ആന്റണി? മതി. ഈ കേസിനാസ്പദമായ സംഭവം എന്ന് പറയുന്നത് 2021 ഏപ്രിൽ 3 മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അന്ന് കൊടകരയിൽ ഒരു വാഹനാപകടം സൃഷ്ടിച്ച് പണം കവർച്ച ചെയ്തു പോകുന്ന ആ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ചർച്ച ഇവർ 3 പേരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം EDയുടെ അന്വേഷണവും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ അന്വേഷണവും വ്യത്യസ്തമാണ്. ഒരാൾ ഒരു ഒഫൻസ് പണിഷ്മെൻറ്റ് ശിക്ഷാ നിയമപ്രകാരമുള്ള ആ ഒഫൻസാണ് അന്വേഷിക്കുന്നത്. അത് CRPC പ്രകാരമോ അല്ലെങ്കിൽ BNSS പ്രകാരമോ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കേരള പോലീസ്. അതേസമയം PMLA ആക്ട് പ്രകാരം ഈ മണി ലോണ്ടറിങ് എന്ന വിഷയത്തിൽ ഇവിടെ പിടിച്ചെടുത്തത് അല്ലെ ഇവിടെ തർക്ക വിഷയമായിട്ടുള്ള അല്ലെ കണ്ടെത്തിയിരിക്കുന്ന 3.5 കോടി രൂപയുടെ ആ പണത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണ് ED നടത്തുന്നത്. ഇതിൻ്റെ അന്വേഷണ രീതിയും വ്യത്യസ്തമാണ്. നമ്മൾ നോക്കുമ്പോൾ PMLA ആക്ടിന് പ്രത്യേക കോടതിയാണ്. PMLA ആക്ടിൽ അതിൻ്റെ അന്വേഷണ രീതിയും PMLA ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. കേരള പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ചു, യഥാസമയം തന്നെ ചാർജ് കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ സോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ബന്ധപ്പെട്ടവർക്ക് കൊടുത്തു എന്നുള്ളതും ശരി തന്നെയാണ്. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ അവരുടെ കൺമുമ്പിൽ കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ആ കേസുമായി ബന്ധപ്പെട്ടത് അവർക്ക് നേരിട്ട് FIR എടുക്കാനുള്ള അധികാരമില്ല. അവർ വേറൊരു രീതിയിലാണത് ചെയ്യുന്നത്. അതേസമയം ഒരു FIR പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയും. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ പോലീസിനെ പോലെ ഈ CRPC എന്ന ആ അന്വേഷണത്തിൻ്റെ നടപടിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ അധികാരമുള്ള ഒരു ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പം ED പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ ഒരു പണം കൺസീൽ ചെയ്യുക, പണത്തിൻ്റെ പ്രസൻസ് അല്ലെ വലിയൊരു തുക മണി കൺസീൽ ചെയ്ത് വയ്ക്കുക, അതല്ലെങ്കിൽ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് എന്ന് കരുതുന്ന ഒരു വലിയ തുക കണ്ടെത്തുക. ഈ രീതിയിലുള്ള കേസുകൾക്കാണ് ED അന്വേഷണമായിട്ട് പോകുന്നത്. അപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ സോഴ്സ്, പണം എവിടെ നിന്ന് വന്നു, അത് വന്നിരിക്കുന്നത് ലീഗലായിട്ടുള്ള ഒരു സോഴ്സിൽ കൂടിയാണോ അതോ കള്ളപ്പണമാണോ എന്ന് കരുതി അതിൻ്റെ ഫ്ലോ അത് ആര് മുഖാന്തരമാണ് ഇത് കടന്നു പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്. ED തന്നെയാണോ? ED പറയുന്നത് ഞങ്ങളല്ല എന്ന്. ഉറവിടം അന്വേഷിക്കേണ്ടത് ഇൻകം ടാക്സ് എന്നാണ് പറയുന്നത് കുറ്റപത്രത്തിലല്ല, അതിന്റെ വിശദീകരണമായി വന്നിരിക്കുന്ന വിവരത്തിൽ. ഇൻകം ടാക്സിന്റെ അതെ ഇതിന്റെ അന്വേഷണത്തിന്റെ അന്വേഷണ വേളയിൽ ഈ EDക്ക് അതാണ് തോന്നുന്നതെങ്കിൽ ബാക്കി ഭാഗങ്ങൾ ഇൻകം ടാക്സ് ആണ് അന്വേഷിക്കേണ്ടത്. ഇത് എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത്? ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഒരു ധർമ്മരാജന്റെ പേര് പറയുന്നുണ്ട്. അയാളിലേക്ക് പണം എത്തിയിരിക്കുന്ന ആ സാഹചര്യം, അതിനൊരു ഇത്ര എമൗണ്ട് വന്നിരിക്കുന്നു അല്ലെ ഇതിൽ കൂടിയൊരു എമൗണ്ട് വന്നിരിക്കുന്നു. ഹോട്ടലിന്റെ കരാറുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയ പണമാണെന്നും ആ പണം മോഷണം പോയെന്നും അയാൾ പറയുന്ന അതേപടി എഴുതി വെക്കലാണോ EDയുടെ ജോലി? അനധികൃതമായിട്ട് അധികമായി വന്ന തുകയാകാം. അങ്ങനെ പല കാരണങ്ങളാൽ കിട്ടാം. പിന്നെ ഏതെങ്കിലും വ്യാജമായിട്ടുള്ള കള്ളക്കടത്ത് തുകയാകാം, ഹവാല പണമാകാം, അഴിമതിയിലൂടെ കിട്ടിയ കാശാകാം, ഏതാണെന്ന് നമുക്കറിയാനൊക്കില്ല. അപ്പോൾ ഏതോ ഒരു പണം ഇൻകം ടാക്സ് അടയ്ക്കാതെ അവർ ഇത്രമാത്രം തുക റിസർവ് ബാങ്കിൻ്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായിട്ട് കറൻസി കൈവശം വെച്ച് കൊണ്ടുപോയി. അതുപോലെ തന്നെ അത് അനധികൃതമായിട്ടുള്ളതായത് അതിൻ്റെ സോഴ്സിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല.
അതിൻ്റെ പേരിൽ ആ വിഷയമാണ് ഇ ഡി അന്വേഷിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിൽ BJPയുടെ ആളുകൾ അതിൽ പ്രതിയായി സാക്ഷികളായിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേരള പോലീസ്. എന്നിരുന്നാലും ഇതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് അവർ പ്രധാനമായിട്ടും ഇ ഡി നോക്കുന്നത്, അല്ലാതെ സാക്ഷിമൊഴികൾ എന്നുള്ളതല്ല. തന്നെയുമല്ല IPC പ്രകാരമോ ആ രീതിയിലുള്ള ഓരോ ഒഫൻസ് പ്രകാരവും കേസ് അന്വേഷിക്കാനുള്ള അധികാരം ഇ ഡിക്കില്ല. ഇ ഡിക്ക് ഈ പറഞ്ഞതുപോലെ ഈ മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒഫൻസുകളല്ലാതെ ഒരു ഒഫൻസും ഇവിടെ ഏത് നിസ്സാരമായിട്ടുള്ള ഒരു ഒഫൻസ് പോലും അന്വേഷിക്കാനുള്ള അധികാരമില്ല. ഒന്നാമത് ഈ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരല്ല. ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥരെ ഇ ഡിയിലേക്ക് എടുക്കരുതെന്ന് PMLA ആക്ടിൻ്റെ 45 പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥരോ കസ്റ്റംസിൻ്റെ റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഉദ്യോഗസ്ഥരുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് ആ പരിമിതപ്പെട്ട അല്ലെ അവർക്ക് നിശ്ചിതപ്പെട്ടിരിക്കുന്ന ആ PMLA ആക്ട് പ്രകാരമേ അന്വേഷിക്കാൻ പറ്റൂ. അപ്പം അവരെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അവരുടെ കണ്ടെത്തൽ എന്നുള്ളത് കുറ്റപത്രം നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. Debate with Smriti Parathikkad.